പാകിസ്ഥാൻ്റെ മേജർ ജനറലായിട്ടുള്ള അസീം മുനീറിനെ പൊക്കാൻ താലിബാൻ പണി തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആദ്യം താലിബാൻ വലിയൊരു ഭീഷണിയാണ് അസീം മുനീറിന് കൊടുത്തിരിക്കുന്നത്. നീ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ, നീ ഒരു പുരുഷനാണെങ്കിൽ നമ്മളെ നേരിടാൻ നീ യുദ്ധക്കളത്തിലേക്ക് വാടാം എന്നാണ് കൃത്യമായി താലിബാൻ അസീം മുനീറിന് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ താൻ കൊന്നാലും യുദ്ധക്കളത്തിലേക്ക് വരില്ല എന്ന നിലപാടാണ് അസീം മുനീർ എടുത്തിരിക്കുന്നത്. അതേസമയം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി താലിബാൻ അസീം മുനീറിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അസീം മുനീർ ഏത് നക്ഷത്രങ്ങൾക്കിടയിൽ പോയി കൂടുകൂട്ടിയാലും അസീം മുനീറിനെ അവർ പൊക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അസീം മുനീറിന് ഇപ്പോൾ സുരക്ഷ കൂട്ടിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിർത്തിയിൽ വർദ്ധിക്കുന്നതിനിടയിൽ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിനെ ഭീഷണിപ്പെടുത്തി നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഞങ്ങളോട് നേരിടണമെന്ന് TTP മുനീറിനോട് പറഞ്ഞു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒമാനിൽ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നടന്നു. വെടിനിർത്തൽ കരാർ അവിടെ വേണം എന്നുള്ള സമാധാന ചർച്ചകൾക്കാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അവിടെ മുഹമ്മദ് നബി ഒമാരി എന്ന് പറയുന്ന താലിബാൻ്റെ മിനിസ്റ്റർ പറഞ്ഞത്, അസീം മുനീറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹു ആണ് നിന്നെ ഇന്ത്യൻ അതിർത്തി വരെ ഞങ്ങൾ ഓടിച്ചിട്ട് അടിക്കും എന്നാണ് പറഞ്ഞത്. അതായത് അസീം മുനീറാണ് താലിബാൻ്റെ ലക്ഷ്യം എന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞു. സാധാരണ പട്ടാളക്കാരല്ല. അസീം മുനീറിനെ വധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് താലിബാൻ മനസ്സിലായി. അങ്ങനെ താലിബാൻ്റെ TTP കമാൻഡർ ഇപ്പോൾ അസീം മുനീറിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ ഇപ്പോൾ യുദ്ധക്കളത്തിലേക്ക് വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അഗർ മർദ് ഹേ, അതായത് നിങ്ങൾ മതിയായ ആളാണെങ്കിൽ എന്ന വാക്കാണ് ഇപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ആർമി ചീഫ് അസീം മുനീറിന് ഒരു സന്ദേശം അയക്കുന്നു. മരിക്കാൻ സൈനികരെ അയക്കുന്നതിന് പകരം സ്വയം നീ വന്ന് എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അതായത് സൈനികർ വെറും സൈനികരാണ്. അവർക്ക് ഈ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഞങ്ങളുമായിട്ടും പ്രശ്നങ്ങളില്ല. ഞങ്ങളുമായിട്ട് പ്രശ്നങ്ങളുള്ളത് നിനക്കാണ്. നീ ഞങ്ങളുടെ മുമ്പിൽ എത്തണം എന്നാണ് താലിബാൻ ഇപ്പോൾ അസീം മുനീറിനെ നോക്കി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.